കലാശക്കൊട്ടിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. വോട്ടർമാരുടെ ഈ നിമിഷത്തിലെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഇന്ന് അവസാന ദിവസമാണ് പ്രചരണത്തിൻ്റെ. 7-8 ആഴ്ചകളായിട്ട് ഇവിടെ പ്രചരണത്തിനുണ്ട്. ജനങ്ങളെല്ലാം വലിയ ആവേശത്തിലാണ്. ഇന്ന് ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. മാറ്റം, അവർക്കെല്ലാം വേണ്ടത് മാറ്റമാണ്. ഇന്ന് കഴിഞ്ഞ 15 വർഷം വികസന മുരടിപ്പ് മാത്രം കൊണ്ട് കാണുന്ന ഈ പത്തനംതിട്ട, ഇവിടെ ഇത്രയും പൊട്ടൻഷ്യലുള്ള ഈ ജില്ലയിൽ ജനങ്ങൾക്കെല്ലാം ഇന്ന് അവസരങ്ങളും തൊഴിലവസരങ്ങളും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ, ലോകാത്തര നിലവാരമുള്ള വികസനം ഇതൊക്കെ വേണമെന്നുണ്ട്. പക്ഷേ UDF-ഉം LDF-ഉം മാറി മാറി വന്നാലും ഇവർ, പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഇതൊരു UDF കോട്ടയായിരുന്നു. ഇവിടെ ഒരുപാട് പ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിട്ടും അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഒരു % പോലും ഇവിടെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങളെല്ലാം മാറ്റം ആഗ്രഹിക്കുന്നു. അതെന്നോട് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ഫീലിംഗ്, അതായത് കഴിഞ്ഞ ഒരു 8 ആഴ്ചയായിട്ട് ഞാൻ 10,000 ജനങ്ങളുമായിട്ട് ഞാൻ ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്തു ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അതിൽ 1000 ജനങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണക്കാർ, ഇപ്പം ചെറുപ്പക്കാരുണ്ട്, കർഷകരുണ്ട്, ഒരുപാട് വനിതകൾ പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ കുടുംബവും കോൺഗ്രസിന് വേണ്ടിയോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയോ കേരള കോൺഗ്രസിനും ഒക്കെ വേണ്ടി മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ആദ്യമായിട്ട് നമ്മൾ താമരയ്ക്കും മോദിജിക്കും എനിക്ക് വോട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ 1000 ആൾക്കാരാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു ട്രെൻഡാണ്. ഇപ്രാവശ്യം പത്തനംതിട്ട ജയിക്കും, നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അനിൽ തുടർച്ചയായി UDF സ്ഥാനാർത്ഥി ആന്റണിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അനിൽ അത്തരം ആരോപണങ്ങളിലേക്ക് തുടർച്ചയായി പോയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും നിയമ നടപടികളിലേക്ക് താങ്കൾ പോകും? അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകുമോ? നിയമ നടപടി ഞാനല്ലല്ലോ എടുക്കേണ്ടത്. കാര്യം ഇതിൽ തട്ടിപ്പിനിരയായവർ ഞാനല്ല. ഇത് 4 സഹകരണ ബാങ്കിലെ, ഞാൻ പൂഞ്ഞാറ് പോയപ്പം എന്നെ ഒരു ഡെലിഗേഷൻ എന്നെ വന്ന് കണ്ടു. 10-15 പേരുണ്ട്. അവർ എനിക്കൊരു നിവേദനം തന്നു. അതിൽ പറഞ്ഞേക്കുന്ന പൂഞ്ഞാർ സഹകരണ ബാങ്ക് ആന്റണിയുടെ ഒരു സഹോദരൻ അതിൻ്റെ ഒരു ബോർഡ് മെമ്പറോ ഏണ്ടൊക്കെ ആയിരുന്നു. എന്നിട്ട് ബാങ്ക് തകർന്നു. അങ്ങനെ 100 നിക്ഷേപകരുടെ കാശ് പോയി. അത് ശ്രീ PC ജോർജ് അവിടെ ചെന്ന അവരെയൊക്കെ കണ്ടിരുന്നു. അദ്ദേഹം അത് നിരവധി പ്രാവശ്യം പൂഞ്ഞാറിലൊക്കെ ഉന്നയിക്കുന്നൊരു വിഷയമാണ്. അതുപോലെ ഈ മൂന്നിലാവ്, ടീക്കോയി, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയപ്പം ഒരുപാട് പേർ എന്നെ വന്ന് കണ്ട് നിവേദനം തന്നവരാണ്. അതിൽ ഒരു നിവേദനം ഏകദേശം 10-50 പേർ സൈൻ ചെയ്തിട്ടുണ്ട്, അവരുടെ കാശ് പോയവർ. അപ്പം അങ്ങനെ ഒരുപാട് 4 ഇതേപോലത്തെ സന്ദർഭങ്ങൾ എനിക്കറിയാം. മൂന്നിലാവ്, ടീക്കോയി, പൂഞ്ഞാർ, പിന്നെ മേലിക്കാവാണെന്ന് തോന്നുന്നു. അങ്ങനെ 4 അപ്പം പിന്നെ പലരും ഡോക്യുമെൻ്റൊക്കെ തന്നു. ഈ ഡോക്യുമെൻ്റൊക്കെ ഇപ്പം ഞാനിത് ആദ്യം പറഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം പറഞ്ഞത് എനിക്കെതിരെ കേസൊന്നും ഇല്ലെന്നാണ്. പക്ഷേ അത് ശരിയാണ്, അദ്ദേഹത്തിനെതിരെയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനും ഇളയ സഹോദരനും ഈ പല ബാങ്കുകളുടെയും ഡയറക്ടറും പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. ഇവർക്കെതിരെയെല്ലാം സംസ്ഥാനത്തെ ഇവിടുത്തെ ആന്റി കറപ്ഷൻ ബ്യൂറോ കേസ് എടുത്തിട്ടുണ്ട്. 2 പേരും ഹൈക്കോടതിയിൽ ഇതും കൊണ്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തെളിവുകളൊക്കെ എല്ലാം പബ്ലിക് റെക്കോർഡുകളാണ്. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയായിട്ട് കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസില്ല, അത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്കെതിരെല്ലാം കേസുണ്ട്, അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്, ഹൈക്കോടതിയിൽ കേസുണ്ട്. അപ്പം ജനങ്ങൾ ഇപ്പോൾ 100-100 പേർ എനിക്ക് നിവേദനം തന്നിട്ടുമുണ്ട്. അപ്പം ഞാൻ നിയമ നടപടിയിലേക്ക് പോകാൻ എനിക്കിതിൽ റോളൊന്നുമില്ല. പക്ഷേ അതിൽ നിയമ നടപടിക്ക് പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ, നാട്ടുകാരെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഞാൻ അവതരിപ്പിക്കും. TG നന്ദകുമാറിന്റെ ആരോപണങ്ങൾ അങ്ങയുടെ ആത്മവിശ്വാസം തകർത്തിട്ടുണ്ടോ? നന്ദകുമാറിന്റെ ആരോപണങ്ങൾ എന്നെ കണ്ടിട്ട് ആത്മവിശ്വാസം തകർന്നൊരു വ്യക്തിക്ക് പോലെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. ഇതൊന്നും ഒരു വിഷയമല്ല. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വിഷയം ഇവിടുത്തെ വികസനങ്ങൾ, കഴിഞ്ഞ 15 വർഷം ഇവിടെ നടന്ന വികസനമില്ലായ്മ, അതുപോലെ ജനങ്ങൾക്ക് പ്രതീക്ഷ, അതായത് പുതിയ തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ലോകാത്തര നിലവാരമുള്ള വികസനങ്ങൾ. അതുപോലെ ഞാൻ 10 ദിവസം മുമ്പ് ഒരു മാനിഫെസ്റ്റോ വളരെ വ്യക്തമായി ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഇത്രയും പൊട്ടൻഷ്യലുള്ള ജില്ലയിൽ IT പാർക്കുകളും ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററുകൾ, റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതികൾ. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ, അതിനുവേണ്ടിയാണ് ഞാനിവിടെ എന്നെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇപ്പം ആദ്യത്തെ ദിവസം എല്ലാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഒരു ദിവസം മുമ്പ് ആദരണീയനായ പ്രധാനമന്ത്രി തന്നെയാണ് ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ ആദ്യം വന്ന മണ്ഡലം ഇതാണ്. 4-5 ദിവസം മുമ്പ്
പ്രതിരോധ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ കേന്ദ്രത്തിലെ സഹമന്ത്രി എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെയും കൾച്ചറിൻ്റെയും മീനാക്ഷി ലേഖിജി ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഫുൾ ഇതിലൊന്നും ഒരു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഒപ്പോസിഷൻ എൻ്റെ മൊമെൻറ്റം സ്ലോ ഡൗൺ ചെയ്യാൻ നോക്കും. പക്ഷേ എന്നെ തടയാനൊന്നും ശ്രമിക്കില്ല, അതിനൊന്നും ആർക്കും കേപ്പബിലിറ്റി ഇല്ല. പക്ഷേ സ്ലോ ഡൗൺ ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഇന്ന് കോൺഗ്രസ് പാർട്ടി പരാജയം അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി, അവർ ഈ തെരഞ്ഞെടുപ്പ് നോക്കാൻ പോവുകയാണ്. കാര്യം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, EVM കുറ്റം പറയുന്നു, കള്ള വോട്ടർമാരെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ സാധാരണ ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. തോക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ സ്ഥിരം പരിഭ്രാന്തിയാണത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇത് ഇനി ജനങ്ങൾ 26-ാം തീയതി വിധി എഴുതും. എനിക്ക് ജനങ്ങളിൽ ഒരുപാട് വിശ്വാസമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയിൽ ഒരുപാട് വിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് നരേന്ദ്രമോദിജിയിൽ ഒരുപാട് വിശ്വാസമുണ്ട്. ഇതൊക്കെ കാരണം തീർച്ചയായിട്ടും ഇവിടെ BJP ജയിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ 370-ലധികം സീറ്റുകൾ BJPക്ക്, 400-ലധികം സീറ്റുകൾ NDAക്കും ലഭിക്കുമ്പോൾ അതിൽ നിരവധി സീറ്റുകൾ കേരളത്തിൽ നിന്ന് കാണും. അതിലൊന്ന് തീർച്ചയായിട്ടും പത്തനംതിട്ട. ഒരു ചോദ്യം കൂടി. കഴിഞ്ഞ ദിവസം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ അവിടെ വൈദികരെയും സഭാ നേതൃത്വത്തെ താങ്കൾ പോയി കാണുകയുണ്ടായി. അവരുടെ പിന്തുണ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ ഒരു നിലപാട്? ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പോലെ പല ക്രൈസ്തവ സംഘടനകളും നമ്മളെ ഇന്ന് പിന്തുണയ്ക്കുന്നുണ്ട്. പരസ്യമായിട്ട് ആദ്യമായിട്ടാണ് ഒരു BJP സ്ഥാനാർത്ഥി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ച പിന്തുണയ്ക്കുന്നത്. പൂർണ്ണ പിന്തുണ നൽകിയോ? അങ്ങനെയാണോ വാഗ്ദാനം ചെയ്തോ? അതെ, അവർ തന്നു. എനിക്ക് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർജിക്ക് തന്നിട്ടുണ്ട്. കാര്യം അവർക്കും അവരൊക്കെ തിരുവല്ലയിൽ ഒരുപാട് നല്ല സമൂഹ സേവനവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതായത് നല്ല ലോകാത്തര നിലവാരമുള്ളൊരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നുണ്ട് അവിടെ. അത് മാത്രമല്ല ഒരുപാട് ഫാമിലീസിനെ പല രീതിയിലും സാമൂഹിക സേവനം വഴി സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പം അവിടെ പത്തനംതിട്ടയിൽ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട്, ഇപ്പം തിരുവല്ല, അവരെല്ലാം തിരുവല്ലയിൽ നിന്നാണ്. അപ്പോൾ തിരുവല്ലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയയാണ്, ഒരു മെഡിക്കൽ ഹബ്ബാവാൻ. ഇപ്പം ബിലീവേഴ്സ് ചർച്ച് പോലെ തന്നെ മറ്റ് 4-5 മെഡിക്കൽ കോളേജുകളുണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ. പുഷ്പഗിരി, പിന്നെ ഒരു തിരുവല്ല മെഡിക്കൽ സിറ്റി, അപ്പം മെഡിക്കൽ മിഷൻ. അപ്പം ഇതൊക്കെ വെച്ചൊരു മെഡിക്കൽ ഹബ്ബാക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യാനൊരു ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കുക. ഇതൊക്കെ എൻ്റെ മാനിഫെസ്റ്റോയിലുണ്ട്. ഇതൊക്കെ കണ്ട് അവർ പറഞ്ഞു, നമുക്ക് ഈ നാട്ടിൽ വികസനം വേണം, നമുക്ക് അവസരങ്ങൾ, നമ്മുടെ യുവക്കൾക്ക് അവസരങ്ങൾ വേണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്തത്. ഇതുപോലെ ഒരുപാട് പേർ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യും ഈ തെരഞ്ഞെടുപ്പ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുമൊക്കെ. കാര്യം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ക്രൈസ്തവരുടെ കാര്യം പറയുമ്പോഴും ക്രൈസ്തവർ വലിയ ഫാക്ടറായിട്ടുള്ള ഒരു 9 സംസ്ഥാനങ്ങളുണ്ട്. ഗോവയും നോർത്ത് ഈസ്റ്റിലെ 8 സംസ്ഥാനങ്ങളും, പിന്നെ പല 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 ഏരിയാസുണ്ട്. ഇവിടെ എല്ലാം മിസോറാം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും NDA ആണ് ഭരിക്കുന്നത്. ഗോവയും മറ്റ് 5 നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നു. മറ്റ് 3 NDAക്കൊപ്പം NDA ഭരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്രൈസ്തവരുടെ സപ്പോർട്ടില്ലാതെ ഇവിടെയൊന്നും നമ്മൾ ജയിക്കില്ല. ഇവിടെ എല്ലായിടത്തും ക്രൈസ്തവർ നമുക്ക് വോട്ട് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഇവർക്കെല്ലാം ഇപ്പം ഇതുവരെ പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു സാഹചര്യമല്ല. പക്ഷേ ഇപ്രാവശ്യം പത്തനംതിട്ടയിലും കേരളത്തിൽ എല്ലായിടത്തും എല്ലാം ഇപ്പോൾ നമ്മളങ്ങനെ ക്രൈസ്തവരുടെ വോട്ട്, ഹൈന്ദവ വോട്ട്, മുസ്ലിം വോട്ട് അങ്ങനെയല്ല. നമ്മൾ 140 കോടി ഭാരതീയരെയും ഒരുമിച്ച് കൊണ്ടുപോയി വികസിത ഭാരതമാക്കുക. ഇവിടെ 10-20 ലക്ഷം ജനങ്ങളുണ്ട്, 10-14 ലക്ഷം വോട്ടർമാരുണ്ട്. എല്ലാ വോട്ടർമാരെയും ആരെയും പിന്നിലാക്കാൻ നമ്മൾ സമ്മതിക്കില്ല. എല്ലാവർക്കും വികസനം, എല്ലാവർക്കും സമഗ്ര വികസനം, എല്ലാവർക്കും അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി നരേന്ദ്രമോദിജി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുമ്പോൾ പത്തനംതിട്ടയും അതോടൊപ്പം വികസിക്കണം. നല്ലൊരു ഈ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഒരു മോഡൽ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട്. ഇപ്പോൾ ഹെൽത്ത് കെയർ ഹബ്ബുകൾ, ടൂറിസം ഹബ്ബുകൾ, റിലീജിയസ് കൾച്ചറൽ ഹബ്ബുകൾ, IT പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്ക്, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ, ഇതൊക്കെ വന്ന് ഇതൊരു മോഡൽ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത 5 വർഷത്തിൽ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ആന്റണി CPIM ഓഫീസുകൾ റെയ്ഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്, കള്ളവോട്ടുകൾ തടയുന്നതിന് വേണ്ടിയിട്ട്. ആ വിഷയത്തിൽ അങ്ങയുടെ ഒരു പ്രതികരണം? ഇതുപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് മറ്റൊരു സഹകരണ ബാങ്കിലെ ഒരു വ്യക്തിയാണിത്. അപ്പോൾ ഇതാണ് ഇപ്പം വളരെ യാദൃശികമാണ്. താങ്കൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരാൾ വന്ന് എന്നോട് പറയുന്നത് ഈ സഹകരണ ബാങ്കിലൊരു ഇഷ്യൂ. അപ്പോൾ ഇതുപോലെ പല സഹകരണ ബാങ്കുകളും കോപ്പറേറ്റീവ് സൊസൈറ്റികളും എല്ലാം ഇവിടെ കരിവണ്ണൂർ തൊട്ട് കണ്ടല വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണെന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ്, അതായത് ED എല്ലാം അവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ സഹകരണ ബാങ്കുകളുടെ ഈ തകർച്ചയിൽ വലിയ പങ്കുണ്ട്.
അവരുടെ പല നേതാക്കൾക്കും പങ്കുണ്ട്. അത് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് വളരെ കാര്യക്ഷമതയോടെ അന്വേഷിക്കുന്നുണ്ട്. അത് കാരണമാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. ഞാൻ ചോദിച്ച ആ ചോദ്യം, അതായത് UDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് CPIM ഓഫീസുകൾ റെയ്ഡ് ചെയ്യണമെന്ന് പറയുന്നു, കള്ളവോട്ടുകൾ വ്യാപകമായി നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ആ ഒരു വിഷയത്തിൽ എന്താണ്? എനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ പൂർണ്ണ വിശ്വാസമാണ്. പണ്ടൊക്കെ ഈ ബൂത്ത് ക്യാപ്ചറിംഗ് എല്ലാം നോർമലായിരുന്നു. പക്ഷേ ഇന്ന് EVM ഒക്കെ വന്നു കഴിഞ്ഞ് ടെക്നോളജിയുടെ ഇൻ്റഗ്രേഷനൊക്കെ കഴിഞ്ഞോടെ ഇന്ത്യയിലെല്ലാം ഇലക്ഷൻ കമ്മീഷൻ വളരെ നന്നായിട്ട് വർഷങ്ങളായിട്ട് ഇലക്ഷനൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ആൻഡോ സംസാരിക്കുന്നത് വിഭ്രാന്തി പൂണ്ടതാണ്. ഇന്ന് EVM കുറ്റം പറയുന്നു, കള്ളവോട്ടർമാരെ കുറ്റം പറയുന്നു. എനിക്കങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. ജനങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾ കൂടെ ഉണ്ട് എന്നാണ് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വിജയം ഉറപ്പാണെന്നും അനിൽ ആന്റണി ആത്മവിശ്വാസത്തോടെ പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.